കലോത്സവം ജീവിതം ഒരു കലോത്സവം കലകളുടെ താളമേളങ്ങളാൽ മനസ്സുകളിൽ ദേവനടനമാടാം ഹൃദയമൊരു സ്നേഹതീരമായ ജന്മമേ ഈ ജീവിതം ഒരു കലോത്സവം. ഓം ശാന്തി. ആരോഗ്യകല നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ആരോഗ്യം എന്ന് പറയുന്നത് അമൂല്യമായ ഒരു നിധിയാണ്. ഒരു മനുഷ്യന് തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ മഹത്വപൂർണമായ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയി എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തിന് നൽകിയിരിക്കുന്ന നിർവചനം തന്നെ ഒരു വ്യക്തിക്ക് രോഗമില്ലാത്ത അവസ്ഥയുടെ പേരല്ല ആരോഗ്യം. പിന്നെയോ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവും ആത്മീയവും സാമൂഹികവുമായ സ്വസ്ഥിതിയുടെ പേരാണ് ആരോഗ്യം. അങ്ങനെയെങ്കിൽ നമ്മൾ തിരിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കൂ. ആരോഗ്യം ഒരു കലയാക്കി നമുക്ക് മാറ്റണമെങ്കിൽ ഈ ഘടകങ്ങളിലെല്ലാം ശാരീരികം, മാനസികം, ആധ്യാത്മികം, സാമൂഹികവുമായ ഒരു ചിട്ടയോടു കൂടിയ വളരെയധികം ക്രമബദ്ധമായ ഒരു ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴേ നമുക്ക് ജീവിത കലോത്സവത്തിൽ നമ്മുടെ ആരോഗ്യത്തെ പരിപാലിച്ചു കൊണ്ടുപോകുക എന്ന കല സ്വായത്തമാക്കി ജീവിക്കുമ്പോഴേ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ശാരീരിക വിഷയം തന്നെ എടുത്തു നോക്കൂ. വ്യക്തിക്ക് ശാരീരികാരോഗ്യം ഉണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രഥമമായ ഘടകമാണ് നമ്മുടെ ഭക്ഷണം, അല്ലേ? പോഷകാഹാരം നിറഞ്ഞ ഭക്ഷണം, ശരിയായ ഉറക്കം, ശരിയായ വിശ്രമം, ഇതെല്ലാം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശാരീരികാരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഭക്ഷണം എന്തിനാണ് നമ്മൾ കഴിക്കുന്നത്? ഊർജത്തിനാണ്. അപ്പോൾ ഊർജ്ജമടങ്ങിയ ഭക്ഷണം എന്താണ്? മണ്ണിന് മുകളിൽ വിളയുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളിലുമാണ് സൗരോർജം അതേപടി സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അത് സ്വീകരിക്കുമ്പോൾ മാത്രമേ ആ സാത്വിക ഭക്ഷണക്രമമാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഊർജ്ജദായകമായി മാറണം. ആ സാത്വിക ആഹാരമാണ് നമുക്ക് ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകുന്നത്. അപ്പം ആ ആരോഗ്യം നൽകുന്ന ഭക്ഷണത്തെ സ്വീകരിക്കാനുള്ള ഒരു കല, ചാതുര്യം നമുക്ക് ജീവിതത്തിലുണ്ടായിരിക്കണം. പക്ഷേ ഇന്ന് നമ്മൾ ചത്തതിനെയും കൊന്നതിനെയും എല്ലാം നമ്മുടെ ഭക്ഷണമാക്കി മാറ്റുമ്പോൾ നമ്മുടെ വയറിനെ നമ്മൾ ശരിക്കും ശ്മശാനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് എങ്ങനെ ആരോഗ്യമുണ്ടാകും? പൈസ കൊടുത്ത് പാഴ്വസ്തുക്കൾ വാങ്ങി കഴിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും യോജിക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ, മദ്യം, ലഹരി വസ്തുക്കൾ, ഇവയെല്ലാം നമ്മൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ തന്നെ പൈസ കൊടുത്ത് തന്നെ ആരോഗ്യം വാങ്ങിയിട്ട് പിന്നീട് രോഗങ്ങൾ മാറാൻ വേണ്ടി പിന്നെ ഹോസ്പിറ്റലിൽ എത്ര പൈസ, നമ്മുടെ ആരോഗ്യത്തെ എത്രത്തോളം നമ്മൾ പാഴാക്കി കളയുന്നു. അപ്പം ഇവിടെ നമുക്ക് ജീവിതം ജീവിക്കാനുള്ള കല അറിയാമെങ്കിൽ, അവനവൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള കല അറിയാമെങ്കിൽ, ഈ ശരീരമാകുന്ന അമൂല്യനിധി ആരോഗ്യത്തോടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സുകൊണ്ട് എന്ത് നല്ല കാര്യങ്ങൾ വിചാരിക്കുന്നു നമ്മൾ ജീവിച്ചിരിക്കുക നമുക്കതെല്ലാം ചെയ്ത് പൂർത്തിയാക്കിയിട്ട് ജീവിതത്തെ സാഫല്യമാക്കി ധന്യമായ ഒരു ജീവിതം ജീവിച്ച് കടന്നു പോകാൻ കഴിയും. പക്ഷേ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൽ ഭക്ഷണം മാത്രമല്ല, ശരിയായ വ്യായാമവും വേണം. ഇന്ന് നമുക്ക് ഏത് ഡോക്ടർമാരുടെ അടുത്ത് പോയാലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പറയാറുണ്ട് ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തിൽ എക്സസൈസിൻ്റെ സ്ഥാനം. മരുന്ന് മാത്രം പോരാ, ഒപ്പം വ്യായാമം വേണം. എന്തുകൊണ്ട്? പണ്ട് നമുക്ക് നമ്മുടെ ശാരീരിക അധ്വാനങ്ങളുള്ള ജോലികളായിരുന്നു കൂടുതൽ. പക്ഷേ ഇന്ന് സയൻസും ടെക്നോളജിയും വളർന്ന് നമുക്ക് ഇത്രയധികം സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് കായികാധ്വാനം, ശരീരം കൊണ്ടുള്ള അധ്വാനം കുറഞ്ഞു. അതായത് ശരീരത്തിൻ്റെ വ്യായാമം കുറഞ്ഞു. പണ്ട് സ്കൂളുകളിൽ പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ എത്ര ദൂരം നടന്നാൽ പോയിരുന്നേ. ഇന്നലെയും ഒരു സഹോദരൻ പറയുകയുണ്ടായി, സിസ്റ്റർ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കാൻ പോയത് 10 കിലോമീറ്റർ നടന്നിട്ടാണ്.
അതിൻ്റെ അർത്ഥം എന്താണ്? ആ പഴമക്കാരെ ഇന്നും നമ്മൾ കണ്ടാൽ അവർക്ക് 85 വയസ്സായാലും വളരെയധികം ആരോഗ്യവാന്മാരായിട്ട് നമുക്ക് കാണാം. അപ്പം അങ്ങനെ 10 കിലോമീറ്റർ നടന്നു പോകുമ്പോൾ ആ കുട്ടിയുടെ ശരീരവും മനസ്സും എത്ര ഊർജ്ജസമ്പുഷ്ടമായിട്ട് മാറും, എത്ര ഉന്മേഷോത്സാഹഭരിതമാകും. ശരീരത്തിലെ ഓരോ കോശങ്ങളും എത്ര എനർജറ്റിക് ആവും. അപ്പോൾ ബ്രെയിൻ ആ സ്കൂളിൽ പോയി ഇരിക്കുമ്പോഴേക്കും ബ്രെയിൻ ഇത്രയധികം പാകപ്പെടുകയാണ് എല്ലാം സ്വീകരിക്കാൻ, അല്ലേ? അപ്പോൾ പണ്ട് നമുക്ക് ഇപ്രകാരം ഒരു അമ്പലത്തിൽ പോകാൻ എവിടെ പോകണമെങ്കിലും നമുക്ക് കൂടുതൽ ദൂരം നടന്നു പോകണമായിരുന്നു. അന്ന് വാഹന സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്നാണെങ്കിലോ വളരെ നമ്മുടെ വീടിനടുത്താണ് സ്കൂളെങ്കിൽ പോലും കൊച്ചു കുട്ടികളെ തന്നെ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് തന്നെ വണ്ടിയിലെടുത്തിടുക, വീണ്ടും പടിപ്പുരയിൽ വണ്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇറക്കി വിടുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ശാരീരികമായ എക്സസൈസ് വളരെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്കൂളിൽ ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യണ്ടേ, ശരീരം എനർജറ്റിക്കായി ഇരിക്കണ്ടേ, അപ്പോഴല്ലേ നമുക്ക് ഗ്രാസ്പിംഗ് പവർ ഉണ്ടാവും. വ്യായാമം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ എനർജി ലെവൽ കുറഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് ശരീരത്തിന് വ്യായാമവും അത്യന്താപേക്ഷിതമായ ഘടകമാണ്. മൂന്നാമത്തതാണ് ശരിയായ ഉറക്കം. ഒരു ദിവസം പറയാറുണ്ടല്ലോ, മിനിമം നമുക്ക് സാധാരണ വ്യക്തിക്ക് ഒരു 6 മണിക്കൂർ ഉറക്കം തീർച്ചയായിട്ടും വേണം. അപ്പം അതിൽ നമുക്ക് ശരിയായിട്ട് ഉറങ്ങാൻ കഴിയണമെങ്കിലോ മനസ്സ് ശാന്താകണം. പക്ഷെ ഇന്ന് അശാന്തിയും ടെൻഷനും സമ്മർദ്ദങ്ങളും കൂടിയത് കാരണം മെജോറിറ്റിയുടെയും പ്രശ്നമാണ് രാത്രിയിൽ ഉറക്കം കിട്ടണില്ല. ഉറങ്ങാൻ വേണ്ടി ഗുളിക കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട്? മാനസിക അസ്വസ്ഥതകൾ അത്രത്തോളം കൂടുകയാണ്. അതുകൊണ്ട് ഉറക്കമില്ലായ്മ, പിന്നെ ഉറക്കമില്ലായ്മ കാരണം പിന്നെ അടുത്ത രോഗങ്ങൾ, വീണ്ടും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ആരോഗ്യത്തിൻ്റെ രണ്ടാമത്തെ ഘടകം മാനസിക ആരോഗ്യം. അതും ഒരു കലയാണ്. നമ്മുടെ മനസ്സിനെ ആരോഗ്യമാക്കി വെച്ച് അതിലൂടെ ശാരീരിക ആരോഗ്യം സംരക്ഷിക്കുക, ഇതും ജീവിതം ജീവിക്കാനുള്ള കലയാണ്. ആധിയിൽ നിന്ന് വ്യാധി എന്ന് നമ്മുടെ പൂർവികർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എത്ര അർത്ഥവത്താണ്! ആധി, ടെൻഷൻ, അധിക ചിന്തകൾ, വ്യർത്ഥവും നെഗറ്റീവുമായ വിചാരങ്ങൾ, നമ്മളെ ഭയപ്പെടുത്തുന്നതും നമുക്ക് അസ്വസ്ഥത നൽകുന്നതും ഉത്കണ്ഠയുണ്ടാക്കുന്നതുമായ ചിന്തകൾ, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, ആശങ്കകൾ, അസ്വസ്ഥതകൾ, ഈ ചിന്ത അധികരിക്കുമ്പോഴാണ് നമ്മൾ ടെൻഷൻ എന്ന് പറയുന്നത്, അഥവാ ആധി എന്ന് പറയുന്നത്. ആ ടെൻഷനാണ് നമ്മുടെ ശരീരത്തിൽ വ്യാധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അസ്വസ്ഥ ചിന്തകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല ദോഷകരമായിട്ടുള്ള വളരെയധികം വിഷവസ്തുക്കൾ പുറത്തേക്ക് വരുന്നത് പോലെയുള്ള ഹോർമോണുകൾ ശരീരത്തിലുണ്ടാക്കും. കാരണം ഓരോ വിചാരവും ഓരോ ഹോർമോൺ ഉണ്ടാക്കും. സ്നേഹം വരുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ, സന്തോഷം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോൺ, അതേപോലെ ഭയം ഉണ്ടാകുമ്പോൾ, ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ എല്ലാം ഹോർമോൺസ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ഈ അശുദ്ധമായ ഹോർമോണുകളുടെ ഉൽപ്പാദനം ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ തീർച്ചയായിട്ടും അത് പലതരത്തിലുള്ള ശാരീരിക രോഗങ്ങൾക്ക് കാരണമായിട്ട് മാറണം. ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങൾക്ക് പിന്നാലെ ഈ മാരക രോഗങ്ങൾ നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നതിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ജീവിതശൈലിക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് രോഗങ്ങളെ തന്നെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ശാരീരിക രോഗം, സൊമാറ്റിക്, സൈക്കോസൊമാറ്റിക്, സൈക്കിക് എന്ന് 3 തരത്തിലാണ് പറയണത്. അതിൽ തന്നെ മാനസിക രോഗവും മാനസിക അസ്വസ്ഥതകൾ കൊണ്ടുണ്ടാകുന്ന ശാരീരിക രോഗങ്ങളും ആണ് കൂടുതൽ. അതുകൊണ്ടാണ് ഇന്ന് ഡോക്ടർമാർ കൂടുതൽ അസുഖങ്ങളെയും സൈക്കോസൊമാറ്റിക് എന്ന് വിളിക്കണം. മനസ്സിൽ നിന്ന്, ആധിയിൽ നിന്ന് വ്യാധി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എവിടെ തുടങ്ങണം? ശരീരത്തിന് മാത്രം ചികിത്സിച്ചാൽ പോരാ, ഒപ്പം ചികിത്സ എവിടെയും വേണം, മനസ്സിന്. അതുകൊണ്ട് ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്, മരുന്നിനോടൊപ്പം തന്നെ, പണ്ട് നമ്മളോട് പറയില്ലേ മരുന്നും മന്ത്രവും, അതുപോലെ ഇന്ന് മോഡേൺ സയൻസ് പഠിച്ച ഡോക്ടേഴ്സ് പോലും രോഗികൾക്ക് നിർദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും പോയി സത്സംഗങ്ങളിൽ പങ്കെടുക്കൂ, ടെൻഷൻ മാറ്റൂ, മെഡിറ്റേഷൻ പഠിക്കൂ. സത്സംഗത്തിലിരിക്കുമ്പോൾ എന്താ ഗുണം? നമ്മുടെ മനസ്സിന് ധാരാളം ശുഭചിന്തനങ്ങൾ, പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ആർട്ട് പഠിക്കും. നിത്യേനയുള്ള സത്സംഗം മനുഷ്യൻ്റെ മനസ്സിന് ശുദ്ധ ആഹാരം പോലെയാണ്. എങ്ങനെ ശരീരത്തിന് ഭക്ഷണം, അതുപോലെ നമ്മുടെ മനസ്സിന് വേണ്ടുന്ന ഭക്ഷണമാണ് ശുഭവിചാരങ്ങൾ. ആ ശുഭവിചാരങ്ങളുടെ പ്രവാഹമാണ് സത്സംഗത്തിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടണം. അത് നമ്മുടെ മനസ്സിനുള്ള ആഹാരമാണ്. അതുകൊണ്ടാണ് പണ്ട് പറഞ്ഞിരുന്നത് സത്സംഗം നിത്യേന.
മെഡിറ്റേഷൻ ആസ് മെഡിസിൻ എന്നാണ് പറയുന്നത്. ധ്യാനം പോലെ ഒരു ഔഷധം മറ്റൊന്നില്ല. അത് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും, ചിന്തകളെ വളരെ ശാന്തമാക്കി മാറ്റും, ശുഭമാക്കി മാറ്റും. അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പോലും നോർമലാകും. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ഈ രോഗങ്ങളൊക്കെ കൂടാനുള്ള പ്രധാന കാരണം നമ്മുടെ മാനസിക അസ്വസ്ഥതകളാണ്. ശരീരത്തിന് നമുക്ക് പാരമ്പര്യമായിട്ടൊക്കെ വരുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ കാലാവസ്ഥ മാറുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ, അത് വേറെ. പക്ഷെ നമ്മൾ തന്നെ നമ്മുടെ അശ്രദ്ധമായ ജീവിതശൈലി കൊണ്ട്, മോശമായ ഭക്ഷണം കഴിച്ചിട്ടും അസ്വസ്ഥമായ ചിന്തകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന രോഗങ്ങളെ നിയന്ത്രിക്കാൻ, ആ രോഗങ്ങളുടെ മേലെ കൺട്രോൾ കൊണ്ടുവരാനുള്ള കലാചാതുര്യം, അതാണ് ആരോഗ്യകലയിലെ മുഖ്യമായ കാര്യം. അതാണ് അപ്പോഴേ നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുള്ളൂ. കാരണം മനസ്സിന് അസ്വസ്ഥതയുണ്ടെങ്കിലും നമുക്ക് സന്തോഷം ഉണ്ടാകില്ല. ശരീരത്തിന് എന്തെങ്കിലും രോഗമുള്ളപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാകില്ല. പിന്നെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ആനന്ദിക്കാൻ പറ്റും? പൈസ എത്രയുണ്ടെങ്കിലും ശരീരത്തിന് സുഖമില്ലെങ്കിലോ? പൈസ എത്രയുണ്ട്, പദവി എത്രയുണ്ടെങ്കിലും നമ്മുടെ മനസ്സിന് ടെൻഷനുണ്ടെങ്കിലോ? അല്ലേ? ഇപ്രകാരം നമുക്ക് മെഡിറ്റേഷൻ, അതേപോലെ സത്സംഗം, ഇത് രണ്ടും നമ്മുടെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ, നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മൂന്നാമത്തെ ഘടകമാണ് സാമൂഹികാരോഗ്യം. സാമൂഹികം, നമ്മളെല്ലാവരും സമൂഹജീവിയാണ്. ഒരു ഫാമിലിയിൽ തന്നെ നോക്കൂ, കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹമാണ്. നമ്മളുടെ ചുറ്റുമുള്ള അയൽക്കാർ മറ്റൊരു സമൂഹമാണ്, അല്ലേ? നമുക്ക് ആ സമൂഹത്തിൽ ജീവിക്കണം. നമ്മൾ ഉടുക്കുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിക്കുന്നോ, എത്ര ജനസമൂഹത്തിൻ്റെ സഹയോഗത്താലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിരിക്കുന്ന വീട്, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കുടിക്കുന്ന വെള്ളം ഉൾപ്പെടെ പ്രകൃതിയുടെ തന്നെ എത്ര ആധാരം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിരിക്കുന്ന സമൂഹം, സമുദായം, നാട്, രാഷ്ട്രം, ലോകം. അപ്പോൾ നമുക്ക് വ്യക്തിയിൽ നിന്ന് തുടങ്ങി നമ്മൾ ഈ ലോകവുമായിട്ട് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ഈ സാമൂഹിക ജീവിയായിരിക്കുന്ന നമുക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങളാകട്ടെ, നമുക്ക് നമ്മുടെ അയൽക്കാരുമായിട്ടുള്ള ബന്ധമാകട്ടെ, നമ്മളിരിക്കുന്ന നാട്, നമ്മുടെ വീട്, നാട്, രാഷ്ട്രം, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാവരോടൊപ്പമുള്ള വ്യക്തിബന്ധങ്ങളും ഒപ്പം പ്രകൃതിയോടൊപ്പമുള്ള ബന്ധവും, ഇത് നമ്മൾ താളാത്മകമായി കൊണ്ടുപോകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം മേളം നിറഞ്ഞതാകുള്ളൂ, ഉത്സവം നിറഞ്ഞതാകുള്ളൂ. താളം തെറ്റിയാൽ നമ്മുടെ ജീവിതവും അവതാളത്തിലേക്ക് പോകും. അപ്പോൾ താളപ്പിഴകൾ വ്യക്തി ജീവിതത്തിലും വരരുത്, കുടുംബജീവിതത്തിലും വരരുത്, സാമൂഹിക ജീവിതത്തിലും ഉണ്ടാക്കരുത്, നമ്മളിരിക്കുന്ന നാട്ടിലോ സമുദായത്തിലോ ഉണ്ടാക്കരുത്. ഇപ്രകാരം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരുടെയും ബന്ധങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അവിടെയാണ് മൂല്യങ്ങളുടെ മഹത്വം. അതവിടെയാണ് നമ്മുടെ ആത്മീയ ആരോഗ്യം എന്ന നാലാമത്തെ കാര്യം. നമ്മുടെ ആരോഗ്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ആത്മീയ ആരോഗ്യം. കാരണം അതാണ് അടിത്തറ ജീവിതത്തിൻ്റെ. ഒരു സമൂഹത്തിൽ നമുക്ക് നല്ല ഒരു കെട്ടുറപ്പുള്ള ജീവിതം ജീവിച്ചു പോകണമെങ്കിൽ ഏറ്റവും പ്രധാനം നമ്മുടെ മാനുഷിക മൂല്യങ്ങളാണ്, അല്ലെങ്കിൽ മാനവികതയാണ്. ആ മൂല്യങ്ങൾ, സത്യത, ശുദ്ധി, ശാന്തത, സ്നേഹം, പരസ്പര വിശ്വാസം, ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് വ്യക്തികൾ തമ്മിൽ, ഫാമിലിയിൽ തന്നെ നല്ലൊരു സ്നേഹബന്ധം കെട്ടുറപ്പോടുകൂടി കൊണ്ടുപോകാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമുക്ക് കൂടെയുള്ളവർ, അയൽക്കാർ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, ഏത് ജാതിയിൽപ്പെട്ടവരുമായിട്ടും ഏത് മതത്തിൽപ്പെട്ടവരുമായിട്ടും ഏത് തരത്തിലുള്ള ആ സാമൂഹിക വ്യവസ്ഥിതിക്കുള്ളിൽ ജീവിക്കുന്നവരുമായിട്ടും. കാരണം പല ഭാഷകൾ, പ്രത്യേകിച്ച് നമ്മൾ ഭാരതീയരാണ്, പല ഭാഷകൾ, പല ദേശങ്ങൾ, അല്ലേ? പലതരത്തിലുള്ള ജീവിത സംസ്കാരങ്ങളുടെ ഇടയിലാണ് നമ്മളിവിടെ ജീവിച്ചു പോണേ. ഇവിടെ നമുക്ക് ആരോഗ്യത്തോടു കൂടിയ ഒരു ജീവിതം ജീവിച്ചു പോകണമെങ്കിൽ നമ്മളെല്ലാവരും ഒരു ഈശ്വരൻ്റെ മക്കളാണെന്നും ഭഗവാന്റെ മക്കളായി നമ്മൾ പരസ്പരം ആത്മീയ സഹോദരങ്ങളാണെന്നും ആ തിരിച്ചറിവ് അവബോധമാക്കി ജീവിക്കാനുള്ള കല സ്വായത്തമാക്കിയ ഒരു യോഗി ജീവിതം ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആത്മീയ ആരോഗ്യമുള്ളവരെന്ന് പറയാൻ കഴിയൂ. അപ്പോഴേ നമ്മൾ വ്യക്തിബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുള്ളൂ.
പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിന് മൂല്യം കൊടുക്കുകയുള്ളൂ. മൂല്യവത്തായ ഒരു ജീവിതം ജീവിക്കുക എന്നുള്ളതാണ് ആരോഗ്യകല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനം നമ്മൾ നമ്മളെ തിരിച്ചറിയുക. നമ്മൾ ഈ നശ്വരമായ ശരീരമല്ല, ഇതിനുള്ളൊരു ചൈതന്യമുണ്ട്. അപ്പോൾ ഈ ശരീരത്തിന് ഭക്ഷണവും വ്യായാമവും ഉറക്കവും എല്ലാം ആവശ്യമുള്ളതുപോലെ ആത്മാവിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് മൂല്യങ്ങളാണ്. മൂല്യങ്ങൾ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഭക്ഷണമാണ് സത്സംഗത്തിലൂടെ, ആധ്യാത്മിക ജ്ഞാനമാണ് ആ ഭക്ഷണം. നമുക്കുള്ള എക്സസൈസാണ് മെഡിറ്റേഷൻ അഥവാ ധ്യാനം. ഇപ്രകാരം ജ്ഞാനം അതേപോലെ യോഗം, ഭഗവാൻ ഈ 2 മാർഗങ്ങളാണ് ഗീതയിലും നിർദ്ദേശിക്കുന്നത്. ജ്ഞാന യോഗ മാർഗത്തിലൂടെ ഒരു യോഗി ജീവിതം ജീവിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശാരീരികവും മാനസികവും ആധ്യാത്മികവും സാമൂഹികവുമായ ആരോഗ്യത്തെ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള കല അഭ്യസിക്കാൻ കഴിയും.